ഈ അടുത്ത ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞിരിക്കുകയാണ്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മ യോഗാഭിധം ത്വദ്ദൂരേതി ഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വൽ പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഓരോന്നിൻ്റെയും പ്രത്യേകത പറഞ്ഞു തരികയാണ്. ആദ്യം പറയുന്നത് കർമ്മയോഗത്തിൻ്റെ കാര്യമാണ്. നിഷ്കാമം, കർമ്മയോഗം ചെയ്യേണ്ടത് നിഷ്കാമമായിട്ടാണ്. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ. കർമ്മണി ഏവ അധികാര തേ മാ ഫലേഷു എന്നാണ് പറഞ്ഞു വന്നുള്ളൂ. അങ്ങനെ നിഷ്കാമം അതെങ്ങനെ ചെയ്യണം? നിയതമായിട്ട് വെച്ചാൽ കൃത്യമായിട്ട്. സ്വധർമ്മചരണം. അപ്പോൾ കർമ്മം ചെയ്യണം, ഫലാകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യണം, അത് നിയതമായിട്ട് ചെയ്യണം. പിന്നെ സ്വധർമ്മമാണ് ചെയ്യുന്നത്. സ്വധർമ്മചരണം ഇത് പ്രത്യേകം പറയേണ്ടതില്ല. ധർമ്മചരണം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് സ്വധർമ്മമാണ്. ഭഗവത്ഗീത 700 ശ്ലോകങ്ങളിൽ പറഞ്ഞു തന്ന കാര്യം എന്താ? സ്വധർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നത് അല്ലേ നമ്മളോട്. സ്വധർമ്മ നിധനം ശ്രേയ പരധർമ്മോ ഭയാപഹ എന്ന് പറഞ്ഞത്. നിങ്ങൾ സ്വധർമ്മം ചെയ്തിട്ട് നശിച്ചോട്ടെ, അത് ശ്രേയസ്സാണ്. പരധർമ്മം ഒട്ടും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. അത് നിരന്തരമായിട്ട് ചെയ്യണം, അത് നിഷ്കാമമായിട്ടും ചെയ്യണം. ഇതാണ് കർമ്മയോഗത്തിൻ്റെ സ്ഥിതി. നിഷ്കാമം നിയതം സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. ഇതാണ് കർമ്മയോഗം എന്ന അഭിധയോട് കൂടിയത്. അഭിധ പേര്. അപ്പോൾ കർമ്മയോഗം എന്ന അഭിധയോടുകൂടിയ പേരോടുകൂടിയ ആ യോഗത്തിന് സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ നിഷ്കാമമായിട്ട് ചെയ്യണം, പിന്നെ നിരന്തരമായിട്ട് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം, പിന്നെ സ്വധർമ്മം ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അത് ദൂരേതി ഫലം. അതിൻ്റെ ഫലം ദൂരേതി. അതിൻ്റെ ഫലം വളരെ ദൂരമാണ് ചെന്നർത്ഥം. ജന്മാന്തരങ്ങളിലാവും ചിലപ്പോൾ അതിൻ്റെ ഫലം കിട്ടുമെന്ന്. പ്രത്യക്ഷ ഫലം കിട്ടില്ല. അതിൻ്റെ ഫലത്തിന് താമസമുണ്ട്. പദം ദൂരേ ഇതി ഫലം എന്നാണ് പദം. പെട്ടെന്ന് ദൂരേത്തി അഫലം എന്ന് തോന്നും. അതല്ല, ദൂരേ ഇതി ഫലം, ദൂരേതി ഫലം. അല്ല, വായിക്കുമ്പം തീർത്ത് വായിച്ചോളൂ. അർത്ഥം മനസ്സിലാക്കാൻ ഇങ്ങനെ വേണം. ഫലം ദൂരെയാണെന്ന് അർത്ഥം. അപ്പോൾ നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേതി ഫലം. അത് മനസ്സിലായില്ല. അപ്പം കർമ്മയോഗത്തിൻ്റെ കാര്യം മനസ്സിലായില്ലോ. യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം. യാതൊന്ന് ഔപനിഷദജ്ഞാനം. ഔപനിഷദം വെച്ചാൽ ഉപനിഷത്തുകളെ സംബന്ധിച്ച ജ്ഞാനം. ഉപനിഷത്തുകളാണ് വേദത്തിൻ്റെ അംഗങ്ങളായിട്ട് വരുന്ന ഉപനിഷത്തുകളാണ്. ആ ഉപനിഷത്തുകളിലാണ് ആധ്യാത്മിക കാര്യങ്ങൾ സവിസ്തരം പറഞ്ഞത്. ആ ഔപനിഷദ ജ്ഞാന ഉപലഭ്യം.
ഔപനിഷദ ജ്ഞാനം കൊണ്ട് ലഭിക്കേണ്ടതും ആണ് അത്. ജ്ഞാനയോഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അത് എവിടുന്ന് കിട്ടേണ്ടതാണ്? അതിനാവശ്യമായ ജ്ഞാനം എവിടുന്ന് കിട്ടണം? ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. പിന്നീട് ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടേണ്ടതാണ് ആ കാര്യം. ഈ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താണ്? ആത്മ അനാത്മ വിവേകം എന്ന് പറയുന്നത് ഉപനിഷത്ത് കിട്ടണം. ഞാനാരാണ് എന്നുള്ള കാര്യം ഉപനിഷത്താണ് നമ്മളോട് പറയാം. ഞാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എല്ലാറ്റിനെയും കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന യാതൊന്നുണ്ടോ അതാണ് ഞാൻ. അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിനെ കുറിച്ച് എന്താ പറയുക? ഈ ലോകത്തിൽ എല്ലാറ്റിനെയും ഉത്ഭവിപ്പിക്കുകയും എല്ലാറ്റിനെയും രക്ഷിക്കുകയും എല്ലാറ്റിനെയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന യാതൊന്നുണ്ടോ അതാണ് ബ്രഹ്മം എന്നാണ് ബ്രഹ്മത്തിൻ്റെ നിർവചനം. അതുതന്നെയാണ് നമ്മളുടെ ഞാൻ എന്ന് പറഞ്ഞാൽ. ഞാനും ബ്രഹ്മവും ഒന്ന് എന്നുള്ളതാണ് ആധ്യാത്മജ്ഞാനം. ഈ ജ്ഞാനം എവിടുന്നാണ് ലഭിക്കുക നമുക്ക്? ഇത് പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളുടെ നിരന്തരമായ പഠനം കൊണ്ട് ലഭിക്കേണ്ടതാണ് ജ്ഞാനം. അതും അധ്വാനമുള്ള പണിയാണ്. കർമ്മയോഗം അധ്വാനമുള്ളതാണ്, അതേപോലെ ഈ ജ്ഞാനവും അധ്വാനമുള്ളതാണ്. ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം. ഇനി ഉപനിഷത്തുകളുടെ സ്ഥിതി എന്താണെന്നറിയോ? തത്വങ്ങൾ വ്യക്തമാകുന്ന രീതിയിലല്ലത്, സുദുർഗമതരാണ്. ദുർഗമം എന്ന് വെച്ചാൽ ദുഃഖേന ഗമിക്കേണ്ടത്, ക്ലേശിച്ച് മനസ്സിലാക്കേണ്ടത്. സുദുർഗമം. ക്ലിഷ്ടം എന്നൊക്കെ വാക്ക് കേട്ടില്ലേ? അക്ലിഷ്ടം ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? അക്ലിഷ്ടം വെച്ചാൽ ഒരു ക്ലേശമില്ലാതെ. ക്ലിഷ്ടം എന്ന് പറഞ്ഞാലോ ക്ലേശത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ദുർഗമം എന്നുള്ള വാക്കിന് ദുഃഖേന ഗമിക്കേണ്ടത് വെച്ചാൽ കഷ്ടപ്പെട്ട് നടക്കേണ്ടത് ഇതാണ്. ആ കുന്ന് അപ്പുറത്തേക്ക് കിടക്കുന്നത് ദുർഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കുന്നിൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് എത്തൽ വിഷമകരാണ് എന്നർത്ഥം. അതുപോലെ ഉപനിഷത്ത് പഠനം ദുർഗമമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപനിഷത്ത് ജ്ഞാനം ഉൾക്കൊള്ളൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ലേ അർത്ഥം. അതാണ് ദുർഗമതരം. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ. ആർക്കാണ് സുദുർഗമതരം ആവുന്നത്? ചിത്തസ്യ, മനസ്സിന്. അപ്പം മനസ്സിന് ഏറ്റവും ക്ലേശമുണ്ടാക്കുന്നതാണ് ഈ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന തത്വങ്ങളെല്ലാം പഠിക്കൽ. ഇപ്പം ജ്ഞാനയോഗം ബുദ്ധിമുട്ടുള്ളതാണ്, കർമ്മയോഗവും ബുദ്ധിമുട്ടുള്ളതാണ് തോന്നുന്നു. കർമ്മയോഗത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? ആചരണമാണ് വേണ്ടത്. അത് നിരന്തരമായിട്ട് ചെയ്യണം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം. ഇതിൻ്റെ സ്ഥിതി എന്താണ്? ഉപനിഷത്ത്, ഉപനിഷത്ത് മുതലായ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കി നിർത്തിയിട്ട് നേടേണ്ട ഒന്നാണ് ഈ ജ്ഞാനയോഗം. അത് ദുർഗമം, ക്ലേശമുള്ളതാണ്. മനസ്സിലായില്ല? ചിത്തസ്യ തസ്മാൻ. അതുകൊണ്ട് ഇത് രണ്ടും ക്ലേശകരമാണ് എന്നുള്ളത് കൊണ്ട് അല്ലയോ ഭഗവാനെ, പ്രേമാത്മക ഭക്തി, അങ്ങയോടുള്ള പ്രേമാത്മകമായ ഭക്തി തന്നെയാണ് സതതം. എല്ലായ്പ്പോഴും അങ്ങയോടുള്ള സ്നേഹപൂർണമായ ഭക്തി തന്നെയാണ് സ്വാദീയസി. സ്വാദുള്ളത് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ശ്രേയസി, ശ്രേയസ് ഉണ്ടാക്കുന്നത്, രസമുണ്ടാക്കുന്നതും ശ്രേയസ് ഉണ്ടാക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ അങ്ങയോടുള്ള പ്രേമത്തോടുകൂടിയ ഭക്തിയാണ്. സ്വാദീയസി എന്നത് എന്താ അർത്ഥം ശരിക്ക്? സ്വാദ് വെച്ചാൽ എന്താ? രസം.
അല്ല അങ്ങനെയല്ലേ സ്വാദ്? നമ്മൾ നല്ല മസാല സാധനം ആവുമ്പടി വെച്ചാൽ നല്ല രസമുണ്ടെന്ന് പറയില്ലേ? അപ്പോൾ സ്വാദീയസി എന്ന് പറഞ്ഞാൽ രസമുണ്ടാക്കുന്നത്, രസമുണ്ടാക്കുന്നത് വെച്ചാൽ സന്തോഷമുണ്ടാക്കുന്നത്, അതോടൊപ്പം ശ്രേയസ് ഉണ്ടാക്കുന്നത്, ഐശ്വര്യമുണ്ടാക്കുന്നതും ഭക്തി തന്നെയാണ്. എന്തുകൊണ്ടാണ് അതിനെ തള്ളുന്നത് മനസ്സിലായില്ലേ? ഇപ്പോൾ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ കാരണം എന്താണ്? കർമ്മയോഗം എന്തുകൊണ്ട് ദൂരേജി ഫലം, ദൂര ഫലം ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അത്? ഫലാഗ്രഹം ഇല്ലാതെ കർമ്മം ചെയ്യൽ എളുപ്പമുള്ള കാര്യമല്ല. ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുണ്ടോ ഒരാൾക്ക്? നമ്മളെല്ലാവരും ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുക. കാമ്യകർമ്മങ്ങളാണ് നമ്മളൊക്കെ അധികം ചെയ്യുക. ഇത് കാമ്യകർമ്മങ്ങൾ, ഫലം കാമിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് കാമ്യകർമ്മം. ആ ഇവിടെ പറയുന്നതിനർത്ഥം ഫലം ആഗ്രഹിക്കരുതെന്നേ പറഞ്ഞുള്ളൂ, ഫലം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഫലം ദൂരേജിന്നേ പറഞ്ഞുള്ളൂ. ഫലം കിട്ടും ഉറപ്പ്, ഫലം ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ അത് ആഗ്രഹിച്ചാൽ എന്താ കുഴപ്പം? കർമ്മം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫലം മുൻകൂട്ടി ആഗ്രഹിച്ചാൽ എന്താ കുഴപ്പം? എന്താ കാര്യം? എന്താ കുഴപ്പം പറയും? നിങ്ങളുടെ ആലോചനയിൽ വരുന്ന കുഴപ്പം എന്താ? കർമ്മം വെറുതെ ആവുന്നില്ല. കർമ്മത്തിൽ വേണ്ടത്ര മനസ്സൊന്നാൻ കഴിയില്ല എന്നതാണ് കാര്യം. അതാണ് കാര്യം. ഇപ്പോൾ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന സമയത്ത് അയാൾ വീട്ടുകാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ക്ലാസ് ശരിയാകുമോ? ക്ലാസ്സിൽ അയാൾക്ക് മുഴുകാൻ പറ്റുമോ? കുട്ടികളും അയാളും കൂടി ഒന്നാവുന്നൊരവസ്ഥ ക്ലാസ്സിൽ ഉണ്ടാവണ്ടേ? എന്നാലല്ലേ ക്ലാസ് ശരിയാവുള്ളൂ. അപ്പോൾ ബെല്ലടിച്ചത് കേട്ടില്ല എന്ന് വരുമായിരുന്നു. എന്താ കാരണം? ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഇൻവോൾവ്മെൻ്റ് ആണ് കർമ്മത്തിന് നമുക്ക് വേണ്ടത്. അതുണ്ടായാൽ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിൽ മുഴുകും. അങ്ങനെ മുഴുകുന്നൊരവസ്ഥ വരണമെങ്കിൽ എന്ത് വേണം? എളുപ്പമല്ല. അപ്പോൾ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യൽ എളുപ്പമല്ല. അത് നിരന്തരമായിട്ട് സ്വധർമ്മം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളൊക്കെ അർജുനന്മാരാണ് ആ കാര്യത്തിൽ. സ്വധർമാചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അർജുനന്മാരാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എല്ലാം തയ്യാറായിട്ട് അർജുനൻ്റെ സ്ഥിതി എന്താ? എല്ലാം തയ്യാറായി, യുദ്ധത്തിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന അർജുനനാണ്. ഇനിയൊന്നും തയ്യാറാവേണ്ടതില്ല. എത്രയോ ആളുകളെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ്. ഈ കൗരവന്മാരിൽ തന്നെ ഒരിക്കൽ അജ്ഞാതവാസക്കാലത്ത്, ബസന്നതയായിരുന്ന കാലത്ത്, അജ്ഞാതവാസക്കാലത്ത് ഈ കൗരവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് ഓടിച്ച ആളാണ് അർജുനൻ. ആ അർജുനൻ യുദ്ധരംഗത്ത് വന്നു നിന്നിട്ട്, സ്വധർമ്മം ആചരിക്കാൻ വന്നു നിന്നിട്ട് എന്താ ചിന്തിച്ചത്? ബന്ധുക്കളല്ലേ ഇവരൊക്കെ, അവരെയൊക്കെ ഞാൻ കൊല്ലുന്നത് മോശമല്ലേ എന്നൊക്കെ പറയാൻ ഉണ്ടായത്. നമ്മുടെയൊക്കെ തിരിഞ്ഞ് അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ നേരിടേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇല്ല, അതില്ല, അത് നമ്മുടെ ബന്ധുവല്ലേ, അത് വേണ്ട, അതിനെ അതാണ് വേണ്ട, ഇങ്ങനെ പിന്തിരിയുന്നവരല്ലേ നമ്മളെല്ലാവരും. അല്ലാന്ന് പറയാൻ എത്ര ആൾക്ക് സാധിക്കും? നമ്മൾ പലതും ആലോചിച്ച് പിന്തിരിഞ്ഞ് നമ്മൾ ദുർബലന്മാരായിട്ട് മാറുന്നവരാണ് മിക്ക ആളുകളും. അതാണ് അർജുനുണ്ടായ അവസ്ഥ. ആ ഒരു നിലയിൽ ഈ നിഷ്കാമകർമ്മം, സ്വധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം വിഷമം തന്നെയാണ്. അപ്പോൾ കർമ്മയോഗം ബുദ്ധിമുട്ടുള്ളതാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ ജ്ഞാനയോഗം എന്ന് പറയുന്നത്. എന്തൊക്കെ പഠിച്ചുണ്ടാക്കണം, പഠിച്ചുണ്ടാക്കിയിട്ട് പഠിച്ചാൽ മാത്രം പോരല്ലോ, ഇതൊക്കെ അനുഭൂതിയാക്കി മാറ്റിയിട്ട് ഈശ്വരനെ മനസ്സിൽ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലെത്തണമെങ്കിൽ കുറേ തപസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഫലം ജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുക. ഭക്തി യോഗത്തിൻ്റെ ആണെങ്കിലോ അത്
അപ്പം കിട്ടുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അത് മനസ്സിലായില്ലേ? ഒന്ന് വായിക്കൂ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർജന്മലാ ബോധേ ഭക്തിപഥേ തവാപുജിതതാം ആയാന്തി കിം പാവത കൃഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിജിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈ. വീണ്ടും അതിനെ തന്നെ വിവരിക്കുകയാണ് ചെയ്യണത്. അത്യായാസകരാണി, അതിയായ ആയാസം ഉണ്ടാക്കുന്നത്. ആയാസം എന്ന് പറഞ്ഞാൽ അധ്വാനം, ക്ലേശം എന്നൊക്കെ അർത്ഥം. അതിയായ അധ്വാനം ഉണ്ടാക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടുള്ള അത്യായാസകരാണി കർമ്മപടലാനി. കർമ്മപടലം, കർമ്മത്തിൻ്റെ കൂട്ട. ആചര്യ, ആചരിച്ചിട്ട്. അപ്പോൾ വളരെയേറെ ക്ലേശകരങ്ങളായ കർമ്മങ്ങളെ ആചരിച്ചിട്ട് അവരെല്ലാവരും എന്തു ചെയ്യുന്നു? നിർജന്മലാ ബോധേ, നിർജന്മലമായ നിർമ്മലമായ, നിർജന്മല നിർമ്മലം ശുദ്ധമായ ബോധത്തോടു കൂടിയവരായിട്ട്, ബോധേ പഥേ, ബോധത്തിൻ്റെ വഴിയിൽ, ബോധേ അല്ല ബോധത്തോടു കൂടിയവരായിട്ട്, ഭക്തി പഥേ, ഭക്തിയുടെ മാർഗത്തിലോ, അഥവാ അല്ലെങ്കിൽ ഉചിതതാം ആയാന്തി, ഉചിതമായ മറ്റു രീതിയിലോ ആയാന്തി പോകുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കുന്നു. ആയാന്തി കിം താവത, അതുകൊണ്ട് എന്താ പ്രയോജനം നടത്തും? കിം താവത, അതുകൊണ്ട് എന്താണ് പ്രയോജനം? ആയാന്തി അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർജന്മലാബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവത. ഭക്തിപഥത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ഉചിതതാം ആയാന്തി കിം താവത, ഉചിതതാം ആയാന്തി, ഉചിതമായ വഴിയിലേക്ക് പോകുന്നു. കിം താവത, അതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ അത്യായാസകരങ്ങളായ കർമ്മപടലങ്ങളെ ചെയ്തുകൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കിയിട്ട്, നിർമ്മലമായ മനസ്സോടു കൂടിയവരായിട്ട് ചിലർ ഉചിതമായ വഴിയിലൂടെ പോകുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ചേർത്ത് പറഞ്ഞുതരാം. കൃഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മേ ബ്രഹ്മാഖ്യം അന്യേ പുനഃ തത്വ ആർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. കൃഷ്ട്വ, ക്ലേശം നിറഞ്ഞ, തർക്കപഥേ, തർക്കപഥം എന്ന് വെച്ചാൽ ഈ വാദപ്രതിവാദം എന്നാണ് തർക്കപഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉദ്ദേശിക്കുന്നത്. വാദപ്രതിവാദത്തോടു കൂടിയവരായിട്ട്, യുക്തി ചിന്തയോടു കൂടിയവരായിട്ട്. കൃഷ്ട്വ തർക്കപഥേ പരം തവ വപു,
അത് എത്രയും ഈ യുക്തി ചിന്തയോട് കൂടിയിട്ട് വളരെയേറെ വിഷമിച്ചിട്ട് തവ വപുർ ബ്രഹ്മാഖ്യം അന്യന്മാരായ ചില ആളുകൾ ബ്രഹ്മാഖ്യമായ തവ വപു അങ്ങയുടെ വപുസിനെ ക്ലിഷ്ടമായ തർക്കപഥത്തിലൂടെ ചെന്നിട്ട് തത്വാർദ്രത്വം കൂടാതെ ഒട്ടും മനസ്സ് അറിവില്ലാതെ ഹൃദയത്തെ കൂടാതെ എന്നർത്ഥം തത്വാർദ്രത്വം ഒട്ടും അല്ല ചിത്താർദ്രത്വമില്ലാതെ വിചിന്യ ചിന്തിച്ചിട്ട് ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരി ചില ആളുകൾക്ക് ബഹുഭി കുറേ ആളുകൾക്ക് ജന്മാന്തരേ സിദ്ധ്യന്തി ഈ മോക്ഷം എന്നൊക്കെ പറയുന്നത് ജന്മാന്തരങ്ങളിൽ ലഭിക്കുന്നു. അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത്യായാസകരാണി ആദ്യം നോക്കുക. വളരെയേറെ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങൾ നടത്തിയിട്ട് മനഃശുദ്ധി കൈവന്ന ആളുകളുണ്ടല്ലോ, കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലോ യോഗ്യതയുള്ളവരായി തീരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ജ്ഞാനയോഗത്തിൽ യോഗ്യതയുള്ള ആളുകളും ഭക്തിയോഗത്തിൽ യോഗ്യതയുള്ള ആളുകളും എന്തു ചെയ്യുന്നു? വളരെയേറെ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തിയിട്ട് മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാന മാർഗത്തിലോ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലോ ഉചിതമായ രീതിയിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്നിട്ട് പറയാണ്, വേറെ ചില ആളുകൾ യുക്തി ചിന്ത കൊണ്ട്, വേറെ അന്യന്മാരായ ചില ആളുകൾ യുക്തി ചിന്ത കൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ട് ഒട്ടും മനസ്സറിവില്ലാത്തവരായിട്ട് ബ്രഹ്മം എന്ന് പറയുന്നതിനെ അങ്ങയുടെ നിർഗുണമായ രൂപത്തെ ധ്യാനിച്ച്, ബ്രഹ്മമെന്ന് പറയുന്നതിന് ലഭിക്കാനായിട്ട് അങ്ങയുടെ നിർഗുണമായ രൂപത്തെ ധ്യാനിച്ച് അനേകം ജന്മങ്ങളെ താണ്ടുന്നു, എന്നിട്ട് മോക്ഷം പ്രാപിക്കുന്നു. ഇതെങ്ങനെയാണ് കിട്ടുക? ഈ ആശയം നമ്മൾ കിട്ടുള്ളൂ. അപ്പോൾ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കണം. അത്യായാസകരാണി, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ആയാസകരങ്ങളായ കർമ്മപടലങ്ങളെ ആചരിച്ചിട്ട് നിർജന്മല മനസ്സ് നിർമ്മലമായിട്ടുള്ള മനഃശുദ്ധി കൈവന്നിട്ടുള്ള ആളുകൾ, ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഭക്തിപഥേ, അങ്ങനെയുള്ള ആളുകൾ ബോധേച്ഛ ജ്ഞാനത്തിൻ്റെ വഴിയിൽ, ഭക്തി യോഗത്തിൻ്റെ വഴിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒന്നുകിൽ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെയും അല്ലെങ്കിൽ ഭക്തിയുടെ വഴിയിലൂടെയും അഥവാ ആയാതി എത്തിച്ചേരുന്നു, മുക്തിയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ മാർഗത്തിൽ കഠിനമായ കർമ്മം ചെയ്തുകൊണ്ട് ചില ആളുകൾ ഭക്തിയുടെ മാർഗത്തിൽ എത്തിച്ചേരുന്നു. അതേപോലെ ചില ആളുകൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലും എത്തിച്ചേരുന്നു. അതേപോലെ അതിന് അർത്ഥം കിട്ടുക, അത്യായാസകരാനി കർമ്മപടലാനി ആചാര്യ നിർജന്മല ബോധേ, ചില ആളുകൾ ബോധപദത്തിലും ഭക്തിപഥത്തിലും ഉചിതമായ രീതിയിൽ എത്തിച്ചേരുന്നു. ഏതാണ് ഒരാൾക്ക് ഉചിതമായിട്ട് ലഭിക്കേണ്ടത് ആ വഴിയിലേക്ക് അവർ എത്തിച്ചേരുന്നു. എന്ത് ചെയ്തിട്ട്? അത്യായാസകരങ്ങളായ കർമ്മപടലങ്ങളെ ചെയ്ത ആളുകൾ ഒന്നുകിൽ ഭക്തിയുടെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേ ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് എന്താ ഫലം എന്ന ചോദ്യം, എന്താ കാരണം വെച്ചാൽ, കൃഷ്ട്വ തർക്കപഥേ പദം തവ ബഭു ബ്രഹ്മാഖ്യം അന്യേ പുനഃ
അന്യന്മാരായ ചില ആളുകൾ ക്ലിഷ്ട തർക്കപഥേ, തർക്കപദം എന്ന് പറഞ്ഞാൽ ക്ലിഷ്ടമായ തർക്കപദം, ക്ലിഷ്ടച്ച ക്ലേശമുള്ള തർക്കപദം വെച്ചാൽ യുക്തി ചിന്ത, അല്ലെങ്കിൽ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ വളരെയേറെ ക്ലേശമുണ്ടാക്കുന്ന വാദപ്രതിവാദങ്ങളുടെ മാർഗത്തിലൂടെ, ഈ വാദപ്രതിവാദങ്ങളുടെ മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉപനിഷത്ത് മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്, ഭഗവത്ഗീത മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. എല്ലാ മറ്റേ ഇതിഹാസങ്ങളിലും കാണാം, വ്യാസോപാച കൃഷ്ണോപാച എന്നൊക്കെ പറഞ്ഞ ഇതിഹാസങ്ങളിലും കാണാം. ചോദ്യം ചോദിക്കലും അതിന് ഉത്തരം പറയലുമാണ് മിക്കവാറും ഒക്കെ. അതാണ് ഈ തർക്കപഥം എന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥം പറയാം. തർക്കപഥേ പരം തവ വപു സംപ്രാപ്യ. അപ്പോൾ ക്ലേശകരമായ തർക്കപഥത്തിലൂടെ അങ്ങയുടെ പ്രാപിച്ചിട്ട് അന്യന്മാരായ ചിലർ ക്ലേശകരമായ തർക്കപഥത്തിലൂടെ അങ്ങയെ പ്രാപിച്ചിട്ട് ചിത്താർദ്രത്വമുണ്ട്. അവർക്ക് ഈ തർക്കപഥത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? ചിത്താർദ്രത്വം ഉണ്ടാവില്ല. ചിത്താർദ്രത്വം മനസ്സരിവില്ലാത്തവരാണ് അവരെന്ന്. ശുഷ്കമനസ്കരായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. ഈ താർക്കികന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, ആ താർക്കികന്മാരായി വരുന്ന ആളുകൾ, അതായത് ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ വരുന്ന ആളുകൾ മിക്കവാറും ചിത്താർദ്രത്വമുള്ളവരാവില്ല. ചിത്താർദ്രത്വം എന്ന് വെച്ചാൽ മനസ്സിന് ആയിത്തീരുന്നു. അങ്ങനെ അവർ ഈ വിചുദ്യ അങ്ങനെ ബഹുഭി സംവത്സരം കൊണ്ട് ബഹുഭി വളരെയേറെ ജന്മാന്തരങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? സിദ്ധ്യന്തി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പം എന്തായി ചുരുക്കത്തിൽ ഈ ജ്ഞാനയോഗം കൊണ്ട് മോക്ഷത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ ക്ലിഷ്ടമായ പഥത്തിലൂടെയാണ് അവർ പോകുന്നത് എന്നതുകൊണ്ടും, രണ്ടാമത്തെ പോയിന്റ് ക്ലിഷ്ടപഥേ, പിന്നെ ചിത്താർദ്രത്വം ഇല്ലാത്തവരാണ് എന്നുള്ളത് കൊണ്ടും അവർക്ക് ഈ മോക്ഷലബ്ധി എന്ന് പറയുന്നത് വളരെ ജന്മാന്തരങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അത്യായസകരങ്ങളായ കർമ്മയോഗങ്ങൾ ചെയ്തതുകൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല എന്നർത്ഥം. അവർക്കൊക്കെ മോക്ഷം ശരിക്കും കിട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഭക്തിയോഗം സ്വീകരിക്കലാണ് എളുപ്പം. മറ്റേ മാർഗം കൊണ്ട് ജന്മാന്തരങ്ങളിലൂടെ മാത്രമേ ഈ നിശ്രേയസം എന്നോ മുക്തി എന്നോ ഒക്കെ പറയുന്നത് ലഭിക്കുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത്യായാസകരാണി, വാക്കുകൾക്ക് അർത്ഥം മനസ്സിലായി നോക്കിക്കോളൂ. അത്യായാസകരാണി കർമ്മപടലാനി ആചരിച്ചിട്ട് നിര്യന്മരാ ബോധേ, ബോധേ ഭക്തിപഥേ അഥവാ ബോധേ ഭക്തിപഥേ ഉചിതതാം ആയാന്തി, ഉചിതമായതേതോ അതിൽ പ്രവേശിക്കുന്നു. അയാന്തി കിം താവത, അതുകൊണ്ട് എന്താണ് കാര്യം? ക്ലിഷ്ട കർമ്മപഥേ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ. ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ, അനേകം ജന്മങ്ങളെ കൊണ്ട് ലഭിക്കുന്നു. എന്ത്? ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയാം. ആർക്കത്? ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ആൾക്ക്, തർക്കത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ആൾക്ക്. ഈ തർക്കത്തിൻ്റെ വഴി എന്ന് പറഞ്ഞപ്പോൾ ഉപനിഷത്ത് എപ്പോഴും ഈശ്വരൻ ആരാണ് എന്നത് അന്വേഷിക്കുമ്പോൾ ഓരോന്നും ചോദിക്കുമ്പോൾ ഇതി എന്നാ പറയാം, ഇതല്ല, ഇതല്ല എന്നാണ് എല്ലാ ഉപനിഷത്തും പറയാം. എന്നിട്ടാണ് അവസാനം എന്ത് പറയാം? ഇതാണ് എന്ന് പറയണമെങ്കിൽ എന്താ പറയാം? ഏതാന്നാ പറയാ?
ഏതൊന്നിൻ്റെ അറിവിൽ നിന്നാണോ ഇനി ഒന്നും അറിയാനില്ല എന്ന് അറിയുക, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഏതൊന്നറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാനില്ലെന്ന് അറിയുന്നത്, അതാണ് ഈശ്വരൻ എന്നാണ് വഴി. ഇപ്പം തർക്കിച്ച് അങ്ങനെ എത്തുന്ന വഴി അതാണ്. അതാണ് തർക്കപഥേ എന്ന് പറയുന്നത്. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യനിര്യന്മല ബോധേ അഗ്നിപഥേ ധവാപി ഉചിതലായന്തി കിം താവത ദൃഷ്ട്വാ തർക്കപഥേ പരം തവ വപു ധർമാഖ്യമന്യേ പുനഃ ചിത്താദ്വത്വമൃതേ വിചിന്യ ഭൂഭി സിദ്ധ്യന്തി യന്മന്തരൈ. ഒന്ന് വായിച്ചോളൂ. ചിത്താ